ഹലോ. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ കുറച്ച് വിശേഷം നോക്കിയാലോ? പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. ഇന്ന് എന്തൊക്കെയാണ് രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയതാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ഇവിടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയായിരുന്നു കേട്ടോ. ദോശയുടെ കൂടെ തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. വെള്ള ചമ്മന്തിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള പാത്രമൊക്കെ വെച്ചു, എണ്ണ ഒഴിച്ച് കടുകൊക്കെ പൊട്ടിച്ചു, അരച്ച് വെച്ച തേങ്ങയുടെ മിക്സ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ചമ്മന്തിയൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇന്ന് അത്യാവശ്യം നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ലൊരു ചെറുതായിട്ടൊരു വെയിലും അങ്ങനെയൊക്കെ ഒരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. ചില ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ നല്ല മഴക്കോളായിരിക്കുമേ. അങ്ങനത്തെ ചമ്മന്തിയൊക്കെ റെഡിയായി ഞാനതൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു ഒനിയൻ വെച്ചിട്ടൊരു ചട്നിയും കൂടെ ഉണ്ടാക്കാം കേട്ടോ. അതിന് ഇത്രയും സാധനങ്ങളും കൂടിയിട്ട് നമുക്ക് കൂട്ടത്തിൽ കുറച്ച് വറ്റൽ മുളക് കൂടെ നമുക്ക് എണ്ണയിലിട്ടിട്ട് ഈ കാണിച്ച അത്രയും കൂട്ടും കൂടി നമുക്ക് അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഈ ദോശയ്ക്ക് ചമ്മന്തിക്കാൾ ഏറ്റവും ബെസ്റ്റ് കോംബോ എന്ന് പറയുന്നത് ഈ ഒരു ചട്നി തന്നെയാണ് കേട്ടോ. അത്രയും ടേസ്റ്റായിട്ടുള്ളൊരു ചട്നിയാണ്. അപ്പോൾ എന്തായാലും ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വേറെ ഒന്നുമില്ല. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് മിക്സിയിലോട്ടിട്ട് ഒന്ന് കറക്കി എടുക്കുക. നമ്മൾ നേരത്തെ ആ വഴറ്റിയ പാത്രത്തിൽ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് നമുക്ക് ആ മിക്സ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടോ. സത്യത്തിൽ ഇതിൻ്റെ കൂട്ടത്തിൽ മറ്റേ തേങ്ങാ ചട്നിയുടെ ആവശ്യമേ ഇല്ലായിരുന്നു കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഈ ഒരു ഉള്ളി ചമ്മന്തിക്ക്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ചൂടോടെ ദോശ ഇട്ട് കൊടുക്കാൻ പോവാണ് കേട്ടോ. മാവൊക്കെ ഇവിടെ സെറ്റാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പുറത്ത് തന്നെ ചായക്കുള്ള പാലും വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ദോശയും കൂടെ ചുട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ പണി, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പണി അവിടെ കഴിയും. എനിക്ക് പ്ലെയിൻ ദോശക്കാളിൽ ഇഷ്ടം ഇങ്ങനെ കുട്ടി ദോശയാണ് കേട്ടോ. പക്ഷേ എൻ്റെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടം നല്ല അടിപൊളി ക്രിസ്പി ആയിട്ടിരിക്കുന്ന നെയ്റോസ്റ്റാണ് കേട്ടോ. അങ്ങനെ ചായയൊക്കെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് പാത്രം എടുക്കുക, ദോശ എടുക്കുക, ബാക്കി കറികളെല്ലാം കൂട്ടി നന്നായിട്ട് കഴിക്കുക കേട്ടോ. അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ ആ ചമ്മന്തിക്കും ചട്നിക്കും ഒക്കെ. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ വിശേഷം. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഉച്ച കഴിഞ്ഞ് നമുക്ക് കുറച്ച് പ്രോഗ്രാം ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇന്ന് ഉച്ചയ്ക്കത്തെ ഫുഡൊക്കെ പുറത്തുനിന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്ര ഉള്ളൂ കേട്ടോ. അപ്പോൾ താങ്ക് യു. ഹലോ. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ കുറച്ച് വിശേഷം നോക്കിയാലോ? പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. ഇന്ന് എന്തൊക്കെയാണ് രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയതാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ഇവിടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയായിരുന്നു കേട്ടോ. ദോശയുടെ കൂടെ തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. വെള്ള ചമ്മന്തിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള പാത്രമൊക്കെ വെച്ചു, എണ്ണ ഒഴിച്ച് കടുകൊക്കെ പൊട്ടിച്ചു, അരച്ച് വെച്ച തേങ്ങയുടെ മിക്സ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ചമ്മന്തിയൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇന്ന് അത്യാവശ്യം നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ലൊരു ചെറുതായിട്ടൊരു വെയിലും അങ്ങനെയൊക്കെ ഒരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. ചില ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ